മമ്മൂക്കയ്ക്ക് അടക്കം ചേച്ചിയുടെ കല്യാണത്തിന്, സുരേഷ് ചേട്ടനോടുള്ള കല്യാണത്തിന് എതിർപ്പായിരുന്നു. മമ്മൂക്ക അടക്കം വേണ്ട വേണ്ട എന്നിങ്ങനെ പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. അത് പല ഇന്റർവ്യൂസിലും ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇച്ചക്ക വേണ്ടെന്നാണ് പറഞ്ഞത്. ഇച്ചക്ക വേണ്ടെന്ന് പറഞ്ഞതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇച്ചക്ക മാത്രമാണോ വേണ്ടെന്ന് പറഞ്ഞത്? ഇച്ചക്കെന്നല്ല, കുറെ ഫ്രണ്ട്സ്. ലാലേട്ടൻ ഒന്നും പറഞ്ഞില്ല. ലാലേട്ടൻ ഒന്നും പറഞ്ഞില്ല. ലാലേട്ടൻ ഞാൻ ദൂരെ ഒരു കൂടാൻ പടത്തിൽ അഭിനയിക്കുമ്പം ഒരു പാട്ട് സീനിൽ വന്നപ്പോഴേക്കും ലാലേട്ടൻ ഞാൻ കേട്ടത് ശരി തന്നെ, നീ കെട്ടാൻ പോണല്ലേ എന്നൊക്കെ പറയാൻ ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നിനക്കറിയാം, ഞാൻ എല്ലാ ഡയറിയിൽ വായിച്ചിട്ടുണ്ടെന്ന്. സുരേഷ് ഏട്ടൻ എൻ്റെ അടുത്ത് 1978 ഡയറി എൻ്റെ കയ്യിൽ തന്ന് വായിച്ചേക്ക്, എന്നെക്കുറിച്ച് നിനക്കൊരു പിക്ചർ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ 78, 79, 80, 81 അല്ല 75 തൊട്ടുള്ള എല്ലാ ഡയറിയും ഞാൻ വായിച്ചു. ഞാൻ പറഞ്ഞു ലാലേട്ടൻ്റെ കാര്യങ്ങൾ അതിനകത്തുണ്ട്, എല്ലാം നിങ്ങളുടെ പോക്രിത്തനങ്ങളും എല്ലാം നിങ്ങളൊക്കെ കാണിച്ചതെല്ലാം എഴുതിയിട്ടുണ്ട്, ഞാൻ എല്ലാം വായിച്ചു. നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള 2-3 ആൾക്കാരാണ്, ലാലേട്ടൻ, പ്രിയദർശൻ സാറ്, മണിയമ്പിള്ള രാജേഷേട്ടൻ. ഇവരൊക്കെ കൂടുതലും എഗൻസ്റ്റ് ആയിരുന്നോ അതോ സപ്പോർട്ടീവ് ആയിരുന്നോ? ഇല്ല, പ്രിയേട്ടനിലെ രാജു അവരൊന്നും അങ്ങനെ ഒന്നുമില്ല, സുരേഷ് ഏട്ടൻ്റെ ഈ ഫ്രണ്ട്സ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ എൻ്റെ കൊളീഗ്സ് ഷൂട്ടിങ്ങിൽ വർക്ക് ചെയ്തവർക്ക് ഒരു എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം അറിയാം, ഞാൻ ആരാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, സുരേഷ് ഏട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. നാച്ചുറലി ഞാൻ നല്ല ടിപ്പിക്കൽ അയ്യങ്കാർ ഫാമിലിയിലാണ്. അപ്പം അച്ഛൻ അമ്മ ടീച്ചേഴ്സാണ്, ഒരു നോർമൽ ഫാമിലിയാണ്, നമ്മളൊന്നൊരു ഹൈഫൈ ഒന്നുമല്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും ഇതായിരിക്കുമ്പം ഇത് എൻറ്റയർ ഡിഫറെൻ്റ് ആണ്. സോ നമ്മളോടുള്ള ഒരു സ്നേഹവും ഒരു താല്പര്യവും ഒക്കെ കൊണ്ടിട്ടാണ് ശരിയായിട്ട് വരില്ല. അത് എന്നെ ഇതായിട്ട് പറഞ്ഞത് ചക്കയാണ്. അതെ, അത് കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായോ? എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് വളരെ ടാക്ലായി എങ്ങനെ കൊണ്ടുപോയി എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. കൊണ്ടുപോയി എങ്ങനെ അല്ല, എന്നാലും നമ്മുടെ ഒരു വീട്ടിലും ഇപ്പൊ ഒരു മീൻ ഉണ്ടാക്കുന്ന വീട് എന്തായാലും അതിന്റെ സ്മെല്ല് നമ്മളിനി എത്രയൊക്കെ ചെയ്താലും കുറച്ചൊക്കെ നിൽക്കും. അപ്പൊ ഇതൊക്കെ എൻറ്റയർലി ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇല്ല എന്ന് ഞാൻ മുഖ്യത്തിരിക്കും കഥ അടച്ചിട്ട്. അവർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വരും. പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവം ആണെങ്കിൽ നേരത്തെ കഴിച്ചിട്ട് ഓടും, കൂട്ടത്തിൽ കഴിക്കൂല. ചേച്ചി, ഈ രേവതി ചേച്ചിയുടെ മൂത്ത മോള് രേവതിക്ക് കുറച്ച് എന്താ പറയാ കുറെ കോംപ്ലക്സുകൾ ഉണ്ടായിരുന്നു. എന്നെ കാണാൻ അത്ര ഭംഗിയില്ല, എനിക്ക് വണ്ണമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കോംപ്ലക്സുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയും അനിയത്തിയും കൂടെയാണ് ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സഹായിച്ചതെന്ന് ഞാൻ വായിച്ചു. ഇല്ല, അവള് പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞില്ല. ആ ഇന്റർവ്യൂവിലാണ് ഞാനേ അറിയുന്നത് അവളുടെ മനസ്സിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ഇൻ്റർവ്യൂവിലും അവളുടെ ഫേസ്ബുക്കിൽ എഴുതിയത് കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എന്ന് വെച്ചാൽ അവളുടെ ഉള്ളിൽ കാണുമായിരിക്കും, പക്ഷെ അത് കാണിച്ചിട്ടില്ല.